ഓം ശാന്തി. ഇന്ന് നമ്മുടെ തീർത്ഥാടനത്തിൻ്റെ 4ാം ദിനമാണ്. നമ്മൾ പാടാറില്ലേ, ഒന്നാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ, രണ്ടാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ. അപ്പം ഇന്ന് നമ്മൾ 4ാമത്തെ പടിയിലേക്ക് കയറുകയാണ്. എല്ലാവരും 3 പടികളിലും പ്രാക്ടീസുകൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പടി ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? പ്രാക്ടീസ് ചെയ്തിരുന്നു. ഫസ്റ്റ് സങ്കല്പം നമ്മൾ എന്താണ് എടുത്തത്? അത് തുടരുന്നുണ്ടല്ലോ. 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല. ഫസ്റ്റ് ഡേ എന്താ സങ്കല്പം എടുത്തേ? എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ശേഷം 7:30 വരെയുള്ള സമയം നമ്മൾ ഫോണും കമ്പ്യൂട്ടറും ശബ്ദകോലാഹലങ്ങളിൽ നിന്നെല്ലാം മാറി കുറച്ച് സമയം നമ്മൾ നമ്മുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി, ഈ മനസ്സാകുന്ന ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ ഉപയോഗിക്കുന്നുവെങ്കിൽ അത് സത്സംഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കമൻട്രികൾ കേൾക്കാനോ ഭഗവാന്റെ പാട്ടുകൾ കേൾക്കാനോ വേണ്ടി മാത്രം. ബാക്കി TV, സീരിയൽ, ശബ്ദകോലാഹലങ്ങളിലൊന്നും സന്ധ്യാസമയത്ത് ഉണ്ടാക്കരുത്. അല്പസമയം, ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് മെഡിറ്റേഷനോ പ്രാർത്ഥനയോ ചെയ്തതിന് ശേഷം എല്ലാവർക്കും പഠിക്കാനോ അവരവരുടെ കാര്യവ്യവഹാരങ്ങൾ ചെയ്യാം. പക്ഷേ സന്ധ്യാസമയം ഒച്ചയുടെയും ബഹളത്തിൻ്റെയും ആകരുത്. 2ാമത്തെ ദിവസം നമ്മളെല്ലാവരും എന്താണ് സങ്കല്പം എടുത്തത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? 2ാമത്തെ ദിവസം നമ്മൾ പ്രഭാതവന്ദനം, രാവിലെ എഴുന്നേറ്റ് ദിവസവും എഴുന്നേൽക്കുക, രാവിലെ അതിരാവിലെ. പിന്നെ കുറച്ച് സമയം ശരീരത്തിന് വേണ്ടി നടത്തമോ എക്സർസൈസോ ചെയ്യുക. ഒപ്പം ഡെയിലി ഒരു 10-15 മിനിറ്റ് പ്രഭാതവന്ദനം, നിത്യേന സുപ്രഭാതം ഈശ്വരനോട് പറഞ്ഞ് ഒരു 15 മിനിറ്റ് ധ്യാനം ചെയ്തുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുക. ആ 2 കാര്യങ്ങളും ചെയ്ത് 3ാമത്തെ പടിയിൽ നമ്മൾ ഇന്നലെ കയറിയിരുന്നു. 3ാമത്തെ സങ്കല്പം നമ്മൾ എന്താണ് എടുത്തത്? എല്ലാവരെയും പ്രതിയും ആത്മീയ ദൃഷ്ടികോൺ പ്രാക്ടീസ് ചെയ്യുക. പുതിയൊരു കാഴ്ചപ്പാട്. ശരീരത്തെ, ദേഹത്തെ നോക്കുന്നതിന് പകരം ദേഹത്തിൻ്റേതായ നാനാത്വത്തിനുള്ളിലുള്ള ഏകത്വത്തെ ദർശിക്കുക അല്ലേ? ഇന്ന് നമ്മൾ 4ാമത്തെ പടിയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ 3 പടിയും നമ്മൾ കയറിയാലേ 4ാമത്തെ പടിയിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് 4ാമത്തെ പടിയിലേക്ക് കാലുവെച്ച് ചിലപ്പോൾ നമ്മൾ വഴുതി വീണു പോകും അല്ലേ? അപ്പം അതുകൊണ്ട് 3 പടികളും സ്റ്റെപ്പായിട്ട് ഡെയിലി ഈ എല്ലാ പ്രാക്ടീസ് നമ്മൾ ഓരോ ദിവസവും പറയുന്നത്. കാരണം ഇതൊന്നും ചെയ്യാൻ നമുക്കാർക്കും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ ഓടി നടന്ന് നമ്മുടെ ജീവിത കാര്യവ്യവഹാരങ്ങളെല്ലാം ചെയ്തുകൊണ്ടും നമുക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായ, നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന, എല്ലാ ദിവസവും ചെയ്യാവുന്ന ചില ചുവടുകളാണ് നമ്മൾ വയ്ക്കണേ. അങ്ങനെ തോന്നുന്നില്ലേ? ചെയ്യാൻ പറ്റില്ലേ? ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിനു വേണ്ടി ജോലിയോ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും മാറ്റി വയ്ക്കേണ്ടതുണ്ടോ? അല്ലെ, കേവലം നമ്മുടെ കോൺഷ്യസ് ഷിഫ്റ്റ്, ബോധതലത്തിലൊരു മാറ്റം, ചിന്താതലത്തിലൊരു ചെറിയ ചുവട് വയ്പ്പ്, ചെറിയ കുഞ്ഞു എഫർട്ടുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയണം. കാരണം 41 ദിവസത്തെ വ്രതം കഴിഞ്ഞ് 18 പടികളിൽ കയറി നമ്മളെല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? പരമപദം പോകുക. തത്വമസി. അവിടെ എത്തുമ്പോൾ എന്താ എഴുതി വെച്ചിരിക്കണേ? തത്വമസി, തത്വം അസി, അത് നീയാകുന്നു. നമ്മളോട് എന്താ ഭഗവാൻ പറയണേ? കുഞ്ഞ്, നീ ആരെ തേടിയാണോ വന്നേ, ആരെയാണോ ദർശിച്ചുകൊണ്ടിരിക്കണേ, അത് നീ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ എന്നെപ്പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ. അപ്പോൾ ഭഗവാനിൽ എന്ത് ദൈവികതയുണ്ടോ, ഈശ്വരനിലുള്ള അതേ ദിവ്യത, ഡിവൈൻ ആയിട്ടുള്ള ദൈവികമായ ഗുണങ്ങളെല്ലാം പറയാറില്ലേ, നമ്മളെല്ലാ ആത്മസ്വരൂപങ്ങളും പരമാത്മാവിൻ്റെ മക്കളാണ്, അച്ഛനെ പോലെയുള്ള മക്കളാണ്. രൂപം ആത്മാവിൻ്റേത് ഒരു വെളിച്ചമാണ്. പരമാത്മാവിൻ്റെയും സത്യസ്വരൂപം പ്രകാശരൂപമാണ്. ഈശ്വരനും സത്യം ശിവം സുന്ദരം എന്നല്ലേ പറയണേ. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാ ആത്മസ്വരൂപങ്ങളുടെയും നാഥൻ പരമാത്മാവും
ജ്യോതി സ്വരൂപമാണ്. ആ പരമാത്മാവിൻ്റെ മക്കളായ നമ്മുടെ ഉള്ളിൽ അയ്യപ്പസ്വാമിയെ ദർശിക്കുമ്പോൾ നമ്മളോട് എന്താ പറയണേ? എന്നെപ്പോലെ നിങ്ങളെല്ലാവരും അയ്യപ്പന്മാരാണ്. ഇത് ശബരിമലയിൽ മാത്രമാണ്, നമുക്ക് ഈ തീർത്ഥാടനത്തിൽ മാത്രമാണ് നമ്മൾ ദർശിക്കാൻ പോകുന്ന ഭക്തർക്കും ഭഗവാനും ഒരേ പേര്, ആരാധിക്കുന്നവർക്കും ആരാധനാമൂർത്തിയും അയ്യപ്പസ്വാമി. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശ്വരനെ പോലെ ദൈവീകത നമ്മളിൽ എല്ലാവരിലുമുണ്ട്. ദൈവത്തിൻ്റെ ഗുണങ്ങൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ഈശ്വരൻ സ്നേഹത്തിൻ്റെ കടലാണ്. പരമാത്മാ പറയണേ, നിങ്ങൾ ഓരോ ആത്മാവും സ്നേഹത്തിൻ്റെ സ്വരൂപമാണ്, സ്നേഹത്തിൻ്റെ ലൈറ്റുകളാണ് നിങ്ങൾ. ഈ ആത്മജ്യോതിയിലുള്ളത് സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ പ്രകാശമാണ്. അതുകൊണ്ടാണ് നമ്മൾ അയ്യപ്പനിൽ തന്നെ വിശേഷത എന്താ കാണണേ? അമ്മയും കുടുംബാംഗങ്ങളും എല്ലാവരും പലരുടെ അടുത്തു നിന്ന് എന്തെല്ലാം തിക്ത അനുഭവങ്ങളുണ്ടായി, പക്ഷെ എന്നിട്ടും അവരോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. അവരുടെ തെറ്റുകളെ പ്രതി ദേഷ്യമില്ല, അവരോട് ഉള്ളുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് തന്നെ തൻ്റെ ദൈവികത പറയാറുണ്ടല്ലോ, തെറ്റ് ചെയ്യുന്നത് സ്വാഭാവികം, മനുഷ്യ സ്വഭാവമാണ്, പക്ഷെ ക്ഷമിക്കുന്നത് ദൈവികതയാണ്. അപ്പോൾ അതാണ് അയ്യപ്പസ്വാമിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഭഗവാന് നമ്മളോടും എന്താ പറയണേ? അയ്യപ്പസ്വാമി എന്താ പറയണേ? നിങ്ങളും എന്നെ പോലെ തത്വം അസി. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടത്, പരമാത്മാ അറിവിൻ്റെ കടലാണ്. നമ്മൾ ഓരോ ആത്മാവും അറിവിൻ്റെ വെളിച്ചമാണ്, ശാന്തിയുടെ വെളിച്ചമാണ്. കാരണം ഇത് തേടിയിട്ടാണല്ലോ നമ്മൾ പോണേ. സുഖത്തിനായി, ശാന്തിക്കായി, സന്തോഷത്തിനായി, സമാധാനത്തിനായിട്ട് അവിടെ എത്തുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നതാണ് തത്വമസി. നീ എന്താണോ തേടി വന്നത് അത് നിൻ്റെ ഉള്ളിലുണ്ട് കുഞ്ഞേ. എവിടെ? ആത്മാവിലുണ്ട്. അതുകൊണ്ട് ഭഗവാൻ എന്താ പറയണേ? അന്തരാത്മാവിലേക്കുള്ള തീർത്ഥാടനം. ശബരിമല പോയി തൊഴുതു വന്ന തീർത്ഥാടനം കഴിഞ്ഞില്ല. ഭഗവാൻ എന്താ പറഞ്ഞേ? അകത്തേക്ക് തീർത്ഥാടനം ഇനി തുടങ്ങിക്കോളൂ. അപ്പം ഈ 41 ദിവസത്തെ വ്രതം എന്തിനാ എടുക്കണേ? തീർത്ഥാടനം ആരംഭിക്കാനാണ്. നമ്മൾ മല ചവിട്ടി തിരിച്ച് വന്നതിന് ശേഷം മല ഇറങ്ങുമ്പോൾ നമ്മൾ മലയും അഴിച്ചു വയ്ക്കുക, കറുത്ത ഡ്രസ്സും മാറ്റി വയ്ക്കുക, അത് ചിലപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ടാവും. പക്ഷെ അന്തരാത്മാവിലേക്കുള്ള ഒരു തീർത്ഥാടനം, ആത്മീയമായൊരു തീർത്ഥയാത്രയായി ജീവിതം ജീവിക്കൂ കുഞ്ഞേ. എങ്ങനെ ജീവിക്കും? ഞാൻ ശാന്തമായൊരു വെളിച്ചമാണ്, ശക്തിശാലിയായൊരു വെളിച്ചമാണ്, സ്നേഹം നിറഞ്ഞ വെളിച്ചമാണ്. നമ്മൾ എന്താണോ തേടുന്നത്, ആ തേടുന്നതൊന്നും പുറത്തല്ല, ആത്മാവിലുണ്ട്, എന്നിൽ തന്നെ ഉണ്ട്. ഞാൻ തന്നെയാണ് സ്നേഹത്തിൻ്റെ ഉറവിടം, ഞാൻ തന്നെയാണ് ശക്തിയുടെ ഉറവിടം. ഒരു കടൽ നമ്മളോട് വെള്ളം ചോദിക്കില്ല, ഒരു മുല്ലപ്പൂ നമ്മളോട് സുഗന്ധം ചോദിക്കില്ല. കാരണം മുല്ലപ്പൂവിൻ്റെ സ്വാഭാവിക സ്വഭാവമാണ് സുഗന്ധം, അല്ലേ? വെള്ളം, കടലിൽ വെള്ളമുണ്ട്, വെള്ളം നിറഞ്ഞിരിക്കുമ്പോഴാണ് കടലെന്ന് പറയണം. അതേപോലെ ആത്മാവ് ശാന്തി നിറഞ്ഞ ഒരു വെളിച്ചമാണ്. അപ്പോൾ ഈ ലൈറ്റിലുള്ള പ്രകാശം എന്താണ്? ആത്മാവ് ശാന്തസ്വരൂപമാണ്, ശക്തി സ്വരൂപമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറില്ലേ ഓം ശാന്തി എന്ന് പറയാറുണ്ട്. എല്ലാ മന്ത്രങ്ങളും അങ്ങനെയല്ല തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ഓം എന്നാൽ ഞാൻ ആത്മസ്വരൂപം, ഓം ശാന്തി എന്നാൽ ശാന്തി നിറഞ്ഞ ആത്മസ്വരൂപം. അപ്പോൾ തത്വമസിയായി ജീവിക്കാൻ പറയാണ് ഭഗവാൻ. ദർശനം കിട്ടിയല്ലോ, വ്രതം എടുത്ത് പടി ചവിട്ടി ദർശനം കഴിഞ്ഞ് തിരിച്ച് നിങ്ങൾ പോകുമ്പോൾ എന്ത് ദർശനം ചെയ്യണം? മലയിൽ പോയി സ്വാമിയെ ദർശിച്ചു, ഇനി തിരിച്ച് മലയിറങ്ങുമ്പോൾ കൂടെയുള്ളവരെയെല്ലാം ആത്മദർശനം ചെയ്ത് ജീവിക്കൂ. കൂടെയുള്ളവരോടെല്ലാം ആത്മബോധത്തിൽ സുദർശനം ചെയ്യാം. അപ്പോൾ സുദർശനം ചെയ്യാം, ഓരോരുത്തരുടെയും നല്ലത് കാണാൻ പറ്റും, ഓരോരുത്തരുടെയും നന്മയെ കാണാൻ പറ്റും. സുദർശനം, സ്വദർശനം ചെയ്താലേ സുദർശനം ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് 4ാമത്തെ പടി ചവിട്ടാം. ഏതാ 4ാമത്തെ പടി? സുദർശനം. ഇന്നലെ നമ്മൾ സുദർശനം ചെയ്തു, ഇന്ന് നമ്മൾ സുദർശനം ചെയ്യാൻ പോവാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും ഒരു തീരുമാനം എടുക്കാം, ഒരു വ്രതം 4ാമത്തെ പടിയിലേക്ക് ചവിട്ടാൻ നമ്മുടെ 4ാമത്തെ ചുവട് വയ്ക്കാം.
ഞാൻ ഇന്നു മുതൽ എല്ലാവരുടെയും സുദർശനം ചെയ്യും. എല്ലാവരെയും ആത്മസ്വരൂപങ്ങളായി കാണുന്നതിനോടൊപ്പം എല്ലാവരുടെയും നല്ലത് കാണും, വിശേഷതകളെ കാണും. ആരിൽ എന്ത് ഗുണങ്ങളുണ്ടോ, നന്മകളുണ്ടോ, ആരിൽ എന്ത് പ്ലസ്സുണ്ടോ, ആ പ്ലസ്സുകൾ കാണും. സങ്കല്പം ഉറപ്പിക്കൂ. ആരോടൊപ്പമാണോ അല്പമെങ്കിലും പിണങ്ങിയോ തെറ്റിയോ ദേഷ്യപ്പെട്ടോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വെറുപ്പോടെ ശത്രുതയോടെ ഇരിക്കണേ, അവരെ മുന്നിലേക്ക് കൊണ്ടുവരും. അവരുടെ ഭ്രൂമധ്യത്തിൽ ആത്മസ്വരൂപത്തെ കാണും. എന്നിട്ട് അവരിൽ എന്തൊക്കെ പ്ലസ്സുകളുണ്ടെന്ന് ചിന്തിക്കും. അവരാരും ആകട്ടെ, പക്ഷെ അവരിൽ എന്ത് നല്ലതുണ്ട്, അവരെന്നോട് എന്ത് ചെയ്തവരോ ആകട്ടെ, എന്നിരുന്നാലും അവരിലുള്ള പ്ലസ്സുകൾ എന്തെല്ലാമാണ്. അവരുടെ ഓരോ വിശേഷതകളെയും കാണും. കഴിയുമെങ്കിൽ ഒരു ഡയറി എടുത്ത് അവരുടെ പേരെഴുതി അവരുടെ വിശേഷതകൾ എഴുതി വയ്ക്കും. ഒരു ബുക്കും പേനയെടുക്കും, അവരുടെ പേരെഴുതി അവർക്ക് എന്തൊക്കെ നന്മയുണ്ടോ അതെല്ലാം 1, 2, 3 എന്ന് എഴുതും. ആ എഴുതിയതെല്ലാം ഒന്നും കൂടി വായിച്ചു നോക്കൂ. ഇനി വീണ്ടും അവരെ ഒന്ന് നോക്കൂ മനസ്സുകൊണ്ട്. ഇത്രയും വിശേഷതകളുണ്ട്. ആ വിശേഷതകളെക്കുറിച്ച് സ്മരിക്കുന്നത് പോലെ അവരെനിക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും നല്ലത് അവരെനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് നല്ലത് അവർ ചെയ്തിട്ടുണ്ട്, അവർ ചെയ്ത നന്മകളെയെല്ലാം ഒന്ന് ഓർമ്മിക്കും. അപ്പോഴെൻ്റെ മനസ്സിൽ മഞ്ഞുരുകും പോലെ അവരോടുള്ള ദേഷ്യം, പിണക്കമെല്ലാം കുറയാൻ തുടങ്ങും. കഴിയുമെങ്കിൽ വീട്ടിലുള്ള ഓരോരുത്തരെ പേരെഴുതി അവരിൽ ഓരോരുത്തർക്കുമുള്ള വിശേഷതകൾ, നന്മകൾ എഴുതി, അവരുടെ സദ്ഗുണങ്ങളെ എഴുതി, അവരവരുടെ വിശേഷതകൾ എഴുതിയ പേപ്പർ അവർക്ക് തന്നെ കാണിച്ചു കൊടുക്കും. അപ്പോഴവരുടെ മുഖം എങ്ങനെയുണ്ടാവും? മുഖം വിടരും, സന്തോഷം കൊണ്ട് വിടരും. നമ്മളും അവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആത്മാർത്ഥതയും ആത്മീയ സ്നേഹവും ഉള്ളതായി മാറും. ഇങ്ങനെ ഓരോരുത്തരെ പ്രതിയും ഗുണഗ്രാഹി ദൃഷ്ടിയുള്ളവരാകാം. ആരെ കണ്ടാലും ആരെങ്ങനെയുള്ളവരാണെങ്കിലും അവരുടെ വിശേഷതകളെ കാണണം, അവർ ചെയ്ത ഉപകാരങ്ങളെ സ്മരിക്കണം. അങ്ങനെ കേടുവന്നിരിക്കുന്ന ബന്ധങ്ങളെയെല്ലാം എനിക്ക് നല്ലതാക്കണം, ശരിയാക്കണം. ഉള്ളിൽ നിന്ന് വെറുപ്പിൻ്റെ ഇരുട്ട് നീങ്ങി ആത്മീയ സ്നേഹത്തിൻ്റെ ലൈറ്റ് പ്രകാശം പരത്തണം. ഞാനും ഒരു ലൈറ്റാണ്. ഇരുപുരികങ്ങളുടെ മധ്യത്തിൽ പ്രകാശിക്കുന്ന ആത്മീയ സ്നേഹം നിറഞ്ഞ ഒരു വെളിച്ചം. സ്നേഹദീപമാണ് ഞാൻ. ആത്മീയ സ്നേഹത്തിൻ്റെ പ്രകാശം പരത്തുന്ന ഒരു ലൈറ്റ് ഹൗസാണ് ഞാൻ.
വെളിച്ചം കൊടുക്കുക, വെളിച്ചത്തിലിരിക്കുക. സന്തോഷത്തിൻ്റെ പ്രകാശം പരത്തി സന്തോഷത്തിലിരിക്കുകയും സന്തോഷം കൊടുക്കുകയുമാണ് എൻ്റെ ജോലി, എൻ്റെ കർത്തവ്യം. ഓം ശാന്തി.